ഇന്ന് ആഗസ്റ്റ് 5 ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായിട്ട് ഇന്ന് ഒരു ബില്ല് അവതരിപ്പിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ രാജ്യസഭയിൽ. പിന്നീട് അത് ഇന്ത്യൻ പ്രസിഡന്റ് സൈൻ ചെയ്ത് നിയമം ഇന്ന് നിലവിൽ വരികയും ചെയ്തു. എന്തായിരുന്നു ആ നിയമം എന്ന് വെച്ചാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 370യും അലോങ് വിത്ത് ആർട്ടിക്കിൾ 35A റദ്ദാക്കിക്കൊണ്ടാണ് ആ നിയമം വന്നിരിക്കുന്നത്. എന്താണ് ആർട്ടിക്കിൾ 370? അപ്പൊ സാധാരണ എല്ലാവർക്കും പെട്ടെന്ന് കേട്ടപ്പോൾ ന്യൂസ് കേട്ടപ്പോൾ എല്ലാവരും എന്തായിരുന്നു ഈ ആർട്ടിക്കിൾ 70യിലെ മെയിൻ പ്രൊവിഷൻസ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് എന്താണ് ഈ ആർട്ടിക്കിൾ 370, ഇത് വരാനുള്ള ചരിത്രം, ആർട്ടിക്കിൾ 35A എങ്ങനെ ഇതുമായിട്ട് അലൗ ചെയ്തിട്ട് കണക്റ്റഡ് ആയിട്ട് വന്നു എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ആർട്ടിക്കിൾ 370യും ആർട്ടിക്കിൾ 35A? അതായത് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിന് പ്രത്യേക ഒരു സ്റ്റാറ്റസ്, പദവി കൊടുത്തു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യയിൽ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു നിയമങ്ങളും ഒരു പ്രിവിലേജസും റൈറ്റ്സും ഒന്നും ജമ്മു കാശ്മീരിന് ബാധകമല്ല. ജമ്മു കാശ്മീരിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് പ്രത്യേക തരം ഒരു നിയമങ്ങളും റൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു പ്രിവിലേജസും റൈറ്റ്സുമാണ് ഇന്ന് ഈ 370 റദ്ദാക്കിയതോടുകൂടി പോയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലും ഒരൊറ്റ രാജ്യം ഒരൊറ്റ ജനത, അതായത് നമ്മൾ എല്ലാവർക്കും ജമ്മു കാശ്മീർ മുതൽ ഇങ്ങ് കേരളം കന്യാകുമാരി വരെയുള്ള ഇന്ത്യക്കാർക്കെല്ലാം ഒരു നിയമമാണ്, ഒരു കുടക്കീഴിലാണ്, ഒരു നിയമത്തിന്റെ കുടക്കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നു മുതൽ. അപ്പോൾ ഇതെന്താണ് ആർട്ടിക്കിൾ 370യും ആർട്ടിക്കിൾ 35Aയും ഉദ്ഭവിക്കാനുണ്ടായ ഒരു ചരിത്രമെന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അറിയാം, നമ്മുടെ രാജ്യം ചെറിയ ചെറിയ നാട്ടുഭരണ പ്രദേശങ്ങളായിട്ട് രാജാക്കന്മാരുടെ കീഴിൽ ഭരിച്ചുപോയി. അതായത് മുഗൾ ഭരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാജസ്ഥാനിലാണെങ്കിൽ രജപുത്ര ഭരണം, ഹൈദരാബാദ് നൈസാം, അങ്ങനെ മൈസൂർ രാജവംശം, വടയാർ രാജവംശം, കൃഷ്ണവടയാർ രാജവംശമായിരുന്നു മൈസൂരിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തിരുവിതാംകൂർ രാജവംശം, സാമൂതിരി രാജവംശം, അങ്ങനെ ഒരുപാട് രാജവംശങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ. അതിലൊന്നാണ് പണ്ഡിറ്റ് രാജവംശമായ ശ്രീ ഹരിസിംഗ് ആയിരുന്നു മഹാരാജാവ് ജമ്മു കാശ്മീർ. അപ്പൊ ഇന്ത്യ സ്വതന്ത്രയായി പാകിസ്ഥാൻ വിഭജിച്ചു. ആ സമയത്തും ജമ്മു കാശ്മീർ, ഹൈദരാബാദ്, അതുപോലെ തന്നെ തിരുവിതാംകൂർ എന്നീ നാട്ടുഭരണ പ്രദേശങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിന്നു. അപ്പോൾ ശ്രീ സർദാർ വല്ലഭായ് പട്ടേലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും കൂടി ചേർന്ന് നമ്മുടെ രാജ്യത്തിനെ ഏകീകരിക്കുന്ന തിരക്കിട്ട പ്രവർത്തനങ്ങളിലായിരുന്നു. അപ്പോൾ ഹരിസിംഗിനോട് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ പറഞ്ഞു. പക്ഷേ ഹരിസിംഗ് അതിന് പെട്ടെന്ന് സമ്മതം മൂളിയില്ല, വിസമ്മതിച്ചു. പക്ഷെ പെട്ടെന്നാണ് പാകിസ്ഥാൻ ജമ്മു കാശ്മീർ ആക്രമിക്കാൻ തുടങ്ങിയതും ഹരിസിംഗ് സഹായത്തിനായി ജവഹർലാൽ നെഹ്റുവിനെ സമീപിച്ചതും ഇന്ത്യയോട് ചേരാൻ താല്പര്യമുണ്ടെന്നും അങ്ങനെ ഇന്ത്യയുമായി ട്രീറ്റിയിൽ വന്നിട്ട് നമ്മുടെ രാജ്യത്തോട് ലയിച്ചു ജമ്മു കാശ്മീർ. ആ സമയത്തെ ഒരു ഇന്ററിം ഗവൺമെന്റ്, ഹരിസിംഗിന്റെ സമ്മതത്തോടു കൂടി തന്നെ ജമ്മു കാശ്മീർ ഒരു സെപ്പറേറ്റ് എൻറ്റൈറ്റി ആയിട്ട്, സെപ്പറേറ്റ് രാജ്യമായിട്ട് ഒരു ഇന്ററിം ഗവൺമെന്റ് അവിടെ രൂപീകരിച്ചു. അങ്ങനെ ഒരു ഇന്ററിം ഗവൺമെന്റ് കാശ്മീരിൽ വന്നു, ജമ്മു ആൻഡ് കാശ്മീരിൽ വന്ന ഇന്ററിം ഗവൺമെന്റിലെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഷെയ്ഖ് അബ്ദുള്ള. ശ്രീ ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലാണ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ജമ്മു കാശ്മീരിന്റെ ഒരു പ്രത്യേക പദവി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 370 പ്രകാരം ആർട്ടിക്കിൾ 35A പ്രകാരവും നൽകിയത്. അപ്പോൾ ഇതിലെ പ്രധാന പ്രൊവിഷൻസ് എന്തൊക്കെയാണ് ഈ സ്പെഷ്യൽ സ്റ്റാറ്റസ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതിൽ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യൽ സ്റ്റാറ്റസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അണ്ടർ ആർട്ടിക്കിൾ 370 ആൻഡ് ആർട്ടിക്കിൾ 35A ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദാറ്റ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പോയിന്റ്, ഇതിലെ പ്രധാനമായിട്ടും നമ്മളിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് അവർക്ക് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പിന്റെ കാര്യവും നിയമം അവർക്ക് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി റൈറ്റ്സ്,
ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി. ജമ്മു കാശ്മീരിൽ ജനിച്ച ഒരു കാശ്മീരിക്ക് മാത്രമാണ് അവിടുത്തെ സ്വത്തവകാശമുള്ളൂ. മറ്റൊരു സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ സിറ്റിസണിനും അല്ലെങ്കിൽ വേറെ രാജ്യക്കാർക്കൊന്നും അവിടുന്ന് ഒരു സ്ഥലം പോലും വാങ്ങാനുള്ള ഒരവകാശവും ഇത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റിന് ഫിനാൻഷ്യൽ എമർജൻസി അവിടെ ഒരിക്കലും പ്രഖ്യാപിക്കാൻ പറ്റില്ല ജമ്മു ആൻഡ് കാശ്മീരിൽ. അതുപോലെ തന്നെ സ്റ്റുഡൻസ്, ജമ്മു കാശ്മീരിൽ ജനിച്ച കാശ്മീരിയായ സ്റ്റുഡൻസിന് മാത്രമാണ് അവിടെ സ്കൂളുകളിൽ പഠിക്കാനാവും, സ്കോളർഷിപ്പ് കിട്ടുകയുള്ളൂ. അതുപോലെ ഗവൺമെന്റ് ജോലി, ജമ്മു ആൻഡ് കാശ്മീരിൽ ഗവൺമെന്റ് ജോലി ചെയ്യണമെങ്കിൽ കാശ്മീരി ആയിരിക്കണം. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ അവിടെ ഉണ്ട്. ഇത് സ്പെഷ്യൽ പ്രിവിലേജസും റൈറ്റ്സും അവർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോൾ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് റദ്ദാക്കിയതെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം. ജമ്മു കാശ്മീർ, അതിൽ ജമ്മു വേറെ ഒരു സംസ്ഥാനമായി മാറി. കാശ്മീർ ഒരു പ്രത്യേക, അതായത് നിയമസഭയോട് കൂടി തന്നെ കാശ്മീർ നേരെ, അതായത് കീഴിൽ നമ്മുടെ കേന്ദ്ര ഭരണ പ്രദേശമായിട്ട്, കേന്ദ്രത്തിന്റെ കീഴിൽ ഒരു കേന്ദ്ര ഭരണ പ്രദേശമായി മാറിയിരിക്കുകയാണ് കാശ്മീർ. അതുപോലെ തന്നെ ലഡാക്ക് കേന്ദ്ര ഭരണ പ്രദേശം, അതായത് നിയമസഭ ഇല്ലാത്ത കേന്ദ്ര ഭരണ പ്രദേശമായി മാറി. അതായത് ഒന്നുകൂടി ഞാൻ പറയാം, ജമ്മു ആൻഡ് കാശ്മീർ രണ്ടായിട്ട് നമ്മൾ വിഭജിച്ചു. ജമ്മു ഒരു സംസ്ഥാനമായിട്ടും കാശ്മീർ നിയമസഭയോട് കൂടിയിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശവും, അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ ലഡാക്ക് വേറൊരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ലഡാക്കും കാശ്മീരും കേന്ദ്രം നേരിട്ട് ഭരിക്കും. കാശ്മീർ നിയമസഭയോട് കൂടിയും ലഡാക്ക് നിയമസഭ ഇല്ലാതെയും ജമ്മു മറ്റൊരു സംസ്ഥാനമായി മാറുകയും ചെയ്തു. അങ്ങനെ ഇന്നത്തെ പ്രധാനമായിട്ടുള്ള നിയമം ഇതാണ്, ആഗസ്റ്റ് 5, 2019. അപ്പൊ ഇത് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ സുരക്ഷയ്ക്കുമെല്ലാം നല്ലൊരു തുടക്കമാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു വിഷയമായിട്ട്, റെലവന്റ് വിഷയമായിട്ട്, നിയമ വിഷയമായിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.